സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയ ലോൺ ആപ്പ് കേന്ദ്രം പ്രവർത്തിച്ചത് ഐ.ടി. പാർക്കിന് സമാനമായി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ബി.ഡി.എസ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള ലോൺ ആപ്പ് കേന്ദ്രം റെയ്ഡ് ചെയ്ത കേരള പോലീസ് കണ്ടത് അതാണ്. അന്വേഷണ സംഘം ഇവിടുത്തെ സജ്ജീകരണങ്ങൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഒരു ഐ.ടി. പാർക്ക് പ്രവർത്തിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ കണ്ടത്. ഒട്ടേറെ പേർ ഒന്നിച്ചിരുന്ന് ജോലി ചെയ്യുന്നു. ലോണുകൾ നൽകുകയും പണമടയ്ക്കാൻ കാലതാമസം വന്നാൽ ലോൺ എടുത്തവരെയും അവരുമായി ബന്ധമുള്ളവരെയും വിളിച്ച് നിരന്തരം ഉപദ്രവിക്കുന്നതും ഇതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെ. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയാണ് ഇവർ ലോൺ ആപ്പ് കേന്ദ്രം പ്രവർത്തിപ്പിച്ചിരുന്നതെന്ന് വ്യക്തം. സാധാരണ മൊബൈൽ ഫോണുകൾ വഴിയല്ല ഇവർ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നത്. സിംബോക്സ് സംവിധാനത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചത്. ഫോൺ നമ്പർ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത രീതിയിലാണ് ഈ സംവിധാനം സജ്ജീകരിച്ചിരുന്നത്. രാജ്യാന്തര കോളുകളെ ലോക്കൽ കോളുകളാക്കി മാറ്റാവുന്ന രീതിയിലായിരുന്നു ഈ സംവിധാനം. ഇവിടെ നിന്ന് ഏതാണ്ട് 30ഓളം സിമ്മുകളും കണ്ടെടുത്തു. അതേസമയം പ്രതികളുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നത് ആദ്യഘട്ടത്തിൽ സംഘത്തെ അല്പം വലച്ചു. എന്നാൽ ഒരു മൊബൈൽ ഫോൺ ഓൺ ആയതോടെ സൈബർ സംഘം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു.